നീറ്റിൻ്റെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ റിവിഷനിലാണ് ത്രൂ XPL. റിവിഷൻ്റെ ഒരു 6 മൊഡ്യൂൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. റിവിഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ GAB ആണ് നാളെ നടക്കാൻ പോകുന്നത്. സോ ആ GABയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ചില കൺഫ്യൂഷൻസും XPLൽ ഓരോ മൊഡ്യൂളിലായി ഡെയിലി നടത്തപ്പെടുന്ന എക്സാമിനെ നിങ്ങൾ എങ്ങനെ കാണണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നീറ്റ് ആസ്പിരന്റ് കണ്ടിരിക്കേണ്ട എല്ലാ ടിപ്പിക്കൽ നീറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ റിവിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ റിവിഷനിൽ ഓരോ മൊഡ്യൂളിലും നിങ്ങൾ 2 ദിവസം സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, വീഡിയോ ക്ലാസ്സുകൾ കാണുന്നു, ലൈവ് അറ്റൻഡ് ചെയ്യുന്നു, ശേഷം നിങ്ങളൊരു മൊഡ്യൂൾ എക്സാം എഴുതുന്നു. ആ മൊഡ്യൂൾ എക്സാമിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നീറ്റ് ആസ്പിരന്റ് വിട്ടുപോകാൻ സാധ്യതയുള്ള NCERTയിലെ ഓരോ കോർണറിൽ വരുന്ന കോൺസെപ്റ്റുകളും ഒരു നീറ്റ് ആസ്പിരന്റ് കാണാൻ സാധ്യതയില്ലാത്ത, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത മൾട്ടിപ്പിൾ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും സെലക്ട് ചെയ്ത് പിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. അത്തരം ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഓരോ ദിവസവും മൊഡ്യൂൾ എക്സാമിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പരിചിതമല്ലാത്തൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഇത്രയും പഠിച്ചിട്ടും ഈ പോയിന്റ് ഒക്കെ ഞാൻ വിട്ടുപോയല്ലോ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. മറിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ ടിപ്പിക്കൽ ആയിട്ടുള്ള നീറ്റിന്റെ എല്ലാ കോൺസെപ്റ്റുകളും എല്ലാ ഭാഗങ്ങളും പഠിച്ചു, വിട്ടുപോകാൻ സാധ്യതയുള്ള അല്ലെ വിട്ടുപോയ ഈ ഒരു കോൺസെപ്റ്റും കൂടെ ഞാൻ ഈ റിവിഷന്റെ സമയത്ത് പഠിച്ചു, അപ്പോൾ ഞാൻ ആ ഭാഗം കംപ്ലീറ്റ് ആയി, ആ ടോപ്പിക് കംപ്ലീറ്റ് ആയി മനസ്സിലാക്കി പഠിച്ചു എന്നുള്ള രൂപത്തിൽ വേണം നിങ്ങൾ അതിനെ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതലായിട്ട് അനുഭവപ്പെടും. മാത്രമല്ല മൾട്ടിപ്പിൾ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യനിൽ 2-3 കോൺസെപ്റ്റ് ബ്ലെൻഡ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതോടുകൂടി ഒരു നോർമൽ ലെവലിലുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ലും നോളജുമാണ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നീറ്റിന് വരുമോ എന്നല്ല ആക്ച്വലി നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നീറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ എത്രത്തോളം കോൺസെപ്റ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നതാണ് നിങ്ങൾ ശരിക്കും അതിൽ നിന്ന് ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് അതിനെ കൺസ്ട്രക്റ്റീവായിട്ട് കാണാൻ സാധിക്കുക. നിങ്ങൾ ഇത്രയും ദിവസം ഈ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ടൈം മാനേജ് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പോകുന്നത് നാളത്തെ GABയിലാണ്. നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ട് ഈ XPL പ്രോഗ്രാം വളരെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ എക്സാമിൻ്റെ ആ 50 ക്വസ്റ്റ്യൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ഫാക്കൾട്ടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി, അതിൻ്റെ എല്ലാ കോൺസെപ്റ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ആ ചാപ്റ്ററിലുള്ള എല്ലാ കോൺസെപ്റ്റും ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് അതിലത്തെ ആ 50 ക്വസ്റ്റ്യൻസും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സിൻസിയർ ആയിട്ട് ഇതിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 5 മൊഡ്യൂളും, നമ്മൾ ആ 5 മൊഡ്യൂൾ കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല, നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ആ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എക്സാം എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അങ്ങനെ സിൻസിയർ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ GABക്ക് 650+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിലൊരു സംശയമില്ല. കാരണം ആ രൂപത്തിലാണ് നമ്മുടെ XPLന്റെ പ്രോഗ്രാമും XPLന്റെ ക്വസ്റ്റ്യൻ പേപ്പറും എക്സാം ഡിസ്കഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. XPLന്റെ ഓരോ മൊഡ്യൂളും നടത്തപ്പെടുന്ന മൊഡ്യൂൾ വൈസ് എക്സാം ആക്ച്വലി നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു എക്സാമിനേഷൻ അല്ല. നിങ്ങൾ 2 ദിവസം സെൽഫായിട്ട് പഠിക്കുന്നു, വീഡിയോ ക്ലാസ് കാണുന്നു, പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ എക്സാം നടത്തുന്നത്. അതിനുശേഷം അതിൻ്റെ ഡിസ്കഷനും കൂടെ കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് നിങ്ങൾ ആ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു കൺഫ്യൂഷനാണ്, ഇപ്പോൾ നിങ്ങൾ 6 മൊഡ്യൂൾ കഴിഞ്ഞു, ഒരു GAB വരുന്നു, GAB കഴിഞ്ഞ ഉടൻ 7ാമത്തെ മൊഡ്യൂൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം അടുത്ത മൊഡ്യൂളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അല്ല GABക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളത്. GABക്ക് ശേഷം വരാനിരിക്കുന്ന മൊഡ്യൂള് ആ പഠനത്തിനെ ഒട്ടുമേ ഡിസ്റ്റർബ്ഡ് ആവാതെ, ആ പഠനത്തിനെ ബാധിക്കാത്ത രൂപത്തിൽ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റിവൈസ് ചെയ്താൽ മാത്രം മതി. എസ്പെഷ്യലി GABക്ക് വേണ്ടി അങ്ങനെ കൃത്യമായി സമയം പ്ലാൻ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഈ പഠിച്ച ആ ഒരു ഓർഡറിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സോ നാളെ നടക്കാൻ പോകുന്ന GABക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പുഞ്ചിരിയോടെ കൂടി ഇറങ്ങാൻ സാധിക്കും. ഈ XPLന്റെ ഓരോ മൊഡ്യൂളിലും നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നാളത്തെ ചോദ്യപേപ്പർ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നാളെ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. ബൈ.